ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനം വെച്ച് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നുള്ളത് നോക്കട്ടോ. അപ്പോൾ ഞാനിവിടെ 1 kg ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതിലോട്ട് പാകത്തിന് ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഗരം മസാലയുടെയൊക്കെ രുചി ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തോളൂ. അതിനുശേഷം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നേരെ ചട്ടി എടുക്കാം. ചട്ടി എടുത്തിട്ട് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സവാള, ചെറുതാക്കി നുറുക്കിയ സവാള അത് മാത്രം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചുവന്ന കളറാവുന്ന വരെ നന്നായിട്ട് വഴറ്റുക. ഏകദേശം ഇതുപോലെ ആയതിനു ശേഷം മാത്രം അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് 1/2 ടേബിൾ സ്പൂൺ മാത്രം മതി. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറുതാക്കി നുറുക്കിയ പച്ചമുളകും അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ നമ്മൾ എണ്ണയും അതുപോലെ തന്നെ ചിക്കനിലുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കുന്ന വരുത ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇതുപോലെ ആയതിനു ശേഷം മാത്രം നമ്മൾ 2 തക്കാളിയും അതുപോലെ തന്നെ 1 ക്യാപ്സിക്കും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഇല്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട, തക്കാളി മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തക്കാളിയിലെയും അതുപോലെ തന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇതുപോലെ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാൻ ഇപ്പോഴാണ് സമയമായത്. ഈ വെള്ളം നന്നായിട്ടൊന്ന് കുറുകി വരുന്നു തോന്നുമ്പോൾ മാത്രം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി മസാലയ്ക്ക് ഒന്ന് പിടിച്ച് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെള്ളം തന്നെ വേണം. അപ്പോൾ ഇത്ര വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകത്തെ വെള്ളമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത്ര കറിക്ക് മാത്രം അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഓഫ് ചെയ്യാം. ഞാൻ ഒന്നും കൂടി ഇതിനൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാകത്തെ വേവാകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ഒന്ന് മേലെക്കൂടി ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണു കൂട്ടാനാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയ റെസിപ്പി വീഡിയോകളും അതുപോലെ തന്നെ ട്രാവലിംഗ് വീഡിയോയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.